ഞാനും എൻ്റെ കുഞ്ഞുമോളും ജാമ്പൊക്കെ അച്ചാറിടാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ വളപ്പിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ജാമ്പക്ക പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് വൃത്തിയാക്കുക. എല്ലാം നമ്മൾ വെട്ടി നല്ല കഴുകി നല്ല ക്ലീനാക്കിയത്. അതിലിനി വെള്ളം ഉണ്ടെങ്കിലെന്ന് വെച്ചാൽ അത് പോകാൻ വേണ്ടി അരിപ്പൊക്കെ ആക്കിയിട്ട് എല്ലാം ഇങ്ങനെ ആക്കുക. ഇച്ചിരി മഞ്ഞപ്പൊടി, ഇനി അത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് ഇങ്ങനെ ഇതാക്കണം. ചീനച്ചട്ടിയിലെ എണ്ണ ചൂടായി വരുവാണ്. കടുകിട്ടു, വറ്റൽമുളകിട്ടു, കറിവേപ്പില, പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇട്ട് ചെറുങ്ങനെ ഒന്ന് വഴറ്റുക. അതിന് നല്ലോണം വഴങ്ങണം. നല്ലോണം ഒരു മീഡിയം സൈസ് മൂത്താൽ മതി. അധികം വെളുത്തുള്ളിൻ്റെ ആകുമ്പം അത് ഒരു ചുവ പോലെ വരും. അതിലേക്ക് മുളക് പൊടി, ഒരു സ്റ്റീം കുറക്കണം. അവസാനം ഇടാം പൊടിയായിട്ട്. ഇങ്ങനെ വിനാഗിരി വരും. വിനാഗിരി തിളച്ചിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക. കറേ അത് പിന്നെ ഒഴിച്ചാൽ വെള്ളമാണ്. ഇതെല്ലാം ഉപ്പെല്ലാം പിടിച്ച് വരുമ്പോൾ ഇതിനൊരു വെള്ളം, ഇതിൻ്റെ അകത്തൊരു വെള്ളം ഇറങ്ങും. ഈ ജാമ്പക്കേൻ്റെ ആദ്യം ജാമ്പയ്ക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതാക്കി വെച്ചതാണ്. ഇതതിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ പിടിക്കുന്ന സാധനം പിന്നെ ജാമ്പൊക്കെ ഇട്ട് നല്ലോണം. അപ്പോൾ തീ ഒന്ന് ചെറിയ തോതിൽ വയ്ക്കണം. നല്ലോണം ഉപ്പ് എല്ലേടി പിടിക്കണം. ഇനി അത് ആയി വരുമ്പോൾ അതിൽ നിന്നൊരു വെള്ളം ഇറങ്ങും. കുറച്ച് ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ഇച്ചിരി വിനാഗിരിയും കൂടി ഒന്നാക്കിയാൽ മതിയാ. അല്ലെങ്കിൽ വെള്ളം ഇതിനകത്ത് വെള്ളം വരും. അരപ്പെല്ലാം കാരണ്ട ഇച്ചിരി ഉലുവാപ്പൊടി ഞാൻ വെച്ചിട്ട് അവസാനം ഒന്ന് കരവില്ല. നല്ലോണം ഇളക്കി ഇതായി വന്നു. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി, എല്ലാം വറുത്ത് പൊടിച്ച് വെച്ചതാണ്. അതിലോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. അതിലോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. ഇനി അത് കുപ്പിയിലാക്കി വെക്കുമ്പോൾ അതിൽ നല്ലോണം കുറച്ച് വെള്ളം, ജാമ്പൊക്കെ ഒരു വെള്ളം ഉള്ളതാണല്ലോ, നല്ല വെള്ളം ഇറങ്ങി നല്ല പുളിയും കുറച്ച് വിനാഗിരി ആക്കിയിട്ടുണ്ട്. ഇത് മോക്ക് ബാംഗ്ലൂർ കൊണ്ടുപോകാനാണ്, അതുകൊണ്ട് ഇതിൽ വെള്ളം ആക്കുന്നില്ല. വെള്ളം ആക്കാതെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. കുറച്ച് വെള്ളമാക്കി കുറുക്കിയിട്ട് ഇത് വെള്ളമാക്കാതെ വിനാഗിരി ഒഴിച്ചിട്ട് ചെയ്യുന്നത് മോക്ക് കൊണ്ടുകൊണ്ടുണ്ട്. അച്ചാറ് മോള് കഴിക്കുക.